ഞാൻ ഈ വീഡിയോയിൽ ജനറൽ ഓട്ടോമേഷൻ ചെയ്യാൻ പോണേണ്. അപ്പോൾ അത് അടുത്ത പേജിൽ ഞാൻ എൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെ ഉപയോഗിച്ചാണ് കാണിച്ചു തരാം. ഈ മെറ്റീരിയൽസിൻ്റെ റേറ്റൊക്കെ ഏകദേശം വേരി ചെയ്യും കേട്ടോ പല പല സ്ഥലത്ത്. ഇതിപ്പോൾ ഇപ്പോൾ എൻ്റെ ഇവിടെ അടുത്തുള്ള റേറ്റാണ് വന്നേക്കണത്. ഇത് Robot.India പിന്നെ തോംസൺ ഇലക്ട്രോണിക്സ് പറഞ്ഞ സ്ഥലത്ത് ഞാൻ മേടിച്ചാണ് സാധനങ്ങളൊക്കെ. പിന്നെ ഒരു 10K ഒരു റെസിസ്റ്ററും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് 5 എണ്ണം ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു AMS പറഞ്ഞൊരു റെഗുലേറ്റർ മേടിച്ചിട്ടുണ്ട്. അത് 3.7 വോൾട്ടിൻ്റെ റെഗുലേറ്റർ. അത് ESP8266 പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. 5 വോൾട്ടിൽ നിന്ന് നേരെ 3.3 വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് മോട്ടർ വെച്ച് നോക്കണം, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ എങ്ങനെയാണ് ഈ ബ്രാക്കറ്റ് ഉണ്ടാക്കേണ്ടത് 3D മോഡൽ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ വെച്ച് നോക്കണേ. ഇതാണ് ജനലിൻ്റെ ആ ഒരു സ്ലോട്ടിൻ്റെ 3D മോഡൽ. മോട്ടറിൻ്റെ ഒരു 3D മോഡലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് വിഷ്വലി കാണാം ജനലിൽ എവിടെയാണ് മര്യാദയ്ക്ക് ഇരിക്കാൻ പോണത്. ഫസ്റ്റത്തെ ഡിസൈൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ പ്രിൻ്റ് അടിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ പ്രിൻ്റ് അടിച്ച് കിട്ടിയത്. KCB എനിക്ക് പേഴ്സണലായിട്ട് തന്നാണ്. വീണ്ടും പ്രിൻ്റ് അടിച്ച് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മോട്ടർ മൗണ്ടും പ്രിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പാർട്സ് ജസ്റ്റ് ട്രയലായിട്ട് ഫിറ്റ് ആവണം നോക്കണേ. ഇപ്പോൾ മെയിൻ ബ്രാക്കറ്റ് ജനലിൻ്റെ അവിടെ പിടിപ്പിക്കാൻ പോണാണ്. പിടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഇഷ്യൂ ആണ്. അവിടെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട്, അത് ഞാൻ കണ്ടില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ ടച്ച് ചെയ്ത് കയറാതെ ഇരിക്കണം. ഇപ്പോൾ വീണ്ടും റീപ്രിൻ്റ് ചെയ്ത് സൈഡിൽ ചെറിയൊരു കട്ടൗട്ട് കൊടുത്ത് ആ കട്ടൗട്ട് ഞാൻ അടിപൊളിയായിട്ട് തെറ്റിച്ച്, കൂടാതെ തന്നെ ആ ബാക്കിൽ മോട്ടറിൻ്റെ ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യേണ്ട സാധനം ഇതിൻ്റെ മേളിൽ ഇപ്പോൾ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഗ്യാപ്പ് ഇല്ലാതാവുമ്പോൾ അവിടെ ആ ബ്രാക്കറ്റ് കയറൂല. അപ്പോൾ മൊത്തത്തിൽ ഒന്നും കൂടി ഒന്ന് റീഡിസൈൻ ചെയ്ത് ഈ പ്രാവശ്യം ഡിസൈനിൽ മോട്ടർ മൗണ്ട് ചെയ്യണ ബ്രാക്കറ്റ് നേരെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യണം. സ്ക്രൂ ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് ഞാൻ വെച്ചേക്കണത്. ഇപ്പോൾ സംഭവം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫിറ്റ് ചെയ്യേണ്ട വീഡിയോ ഞാൻ റെക്കോർഡ് ബട്ടൺ വെക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ജസ്റ്റ് സാമ്പിൾ ഇതാണ് ഞാൻ ചെയ്തത്. ടോർച്ച് വെച്ച് അങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. ഇടിച്ച് സാധനം ലാസ്റ്റ് കയറി. വേറെ പ്രശ്നമുണ്ട് ഇനി അടുത്തത്. എൻ്റെ ബാക്കിൽ മോട്ടർ മൗണ്ടിൻ്റെ ആ മേലത്തെ 2 സ്ക്രൂ എന്തായാലും ഇനി ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി ബ്രാക്കറ്റ് അയച്ചെടുക്കാനും പറ്റില്ല, അത്രയും പ്രസ് ഫിറ്റാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ 2 സ്ക്രൂ അടിയിൽ നിന്നിട്ട് അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. സാധനം ഇളക്കൊന്നുമില്ല, അത്രയും കുഴപ്പമില്ല. ഇതിപ്പോൾ അതന്നെ വെച്ച് ഉപയോഗിക്കാം. എന്തായാലും അടിയിൽ നിന്നുള്ള ഫോഴ്സ് തന്നെ ആ 2 സ്ക്രൂ നടുക്ക് നിന്നോളൂ. ഇങ്ങോട്ട് ജനൽ പുറത്തോട്ടേക്ക് ഇനി ഓപ്പൺ ചെയ്യാനായിട്ട് ഞാനൊരു ഡോർ ക്ലോസ് മേടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്പ്രിംഗ് ലോഡഡ് കേബിളാണ്. വലിക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ചൊരു ഫോഴ്സ് വരും, അത്രേ ഉള്ളൂ. അടുത്ത് ഇപ്പോൾ ഇനി മോട്ടറിൻ്റെ പുള്ളി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കണേ. പുള്ളി ഇപ്പോൾ ഒരു സ്ക്രൂ ഹോൾ ഉണ്ട്, അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ഹോളുള്ള ഡിസൈൻ ഞാൻ ഉണ്ടാക്കുകയാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ക്യാഡിൻ്റെ പേര് അറിയണമെന്നെങ്കിൽ ഇതിൻ്റെ പേര് തിങ്കർ ക്യാഡാണ്. ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ഓൺലൈനിൽ. നമ്മുടെ പുള്ളി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ മോട്ടർ ഞാൻ ഫിറ്റ് ചെയ്യും, സ്ക്രൂ വെച്ച് ഫിറ്റ് ചെയ്യും. ചെറിയൊരു സ്ക്രൂ ഉണ്ട് ഇനി. സ്ക്രൂ ഞാൻ ലോക്കൽ ഹാർഡ്വെയർ സ്റ്റോറിൽ നിന്നാണ് മേടിച്ച്. സാധാരണ സ്ക്രൂ ആണ്, അല്ലാതെ മോട്ടറിനൊപ്പം വന്ന സ്ക്രൂ ഒന്നുമല്ല കേട്ടോ. ESP പ്രോഗ്രാം ചെയ്യാൻ പോണേ. നിങ്ങൾക്ക് ഈ ESP തന്നെ വേണമെന്നില്ല, D1 mini തന്നെ ഉപയോഗിക്കാം, നോഡ് MCU ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോഴത്തെ ഹോം അസിസ്റ്റൻറ്റിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ESP ഹോം ബിൽഡർ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൈഡിൽ താഴെ കാണാം ന്യൂ ഡിവൈസ് താഴെ. അത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഡിവൈസ് സെറ്റപ്പ് കൊടുക്കുക, എന്നിട്ട് പേരിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്മാർട്ട് വിൻഡോ എന്നാണ് പേര് കൊടുത്തതാണ്. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് ചിപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് ESP8266 സെലക്ട് ചെയ്ത ശേഷം ഒരു എൻക്രിപ്ഷൻ കീ വരും, സ്കിപ്പ് നോക്കി കഴിഞ്ഞിട്ട് ഇവിടെ സ്മാർട്ട് വിൻഡോ അടിച്ച് നിൽക്കുക. എന്നിട്ട് നമുക്ക് ഇനി പ്രോഗ്രാമിന് അപ്ലോഡ് ചെയ്യണം ആദ്യമായിട്ട്. അപ്പോൾ ഇൻസ്റ്റാൾ നോക്കിയിട്ട് ഇതിനകത്ത് പ്ലഗ് ഇൻ ടു ദിസ് കമ്പ്യൂട്ടർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുന്ന ശേഷം എൻ്റെ സെർവർ ഇപ്പോൾ കാണുന്ന മുമ്പിൽ നിന്ന് പ്രോഗ്രാം കമ്പൈൽ തരും, ഒരു ബിൻ ഫയലാക്കി തരും. എന്നിട്ട് നമുക്ക് ആ ബിൻ ഫയൽ നമ്മുടെ ഈ ഇപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലോട്ടേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ
ഒരു ചിലപ്പോൾ ഒരു വാണിംഗ് വരും. ഇങ്ങനെ മേളിൽ ഇപ്പോൾ ക്രോമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ മേളിൽ വാണിംഗ് വരും, ഫയൽ ഡേഞ്ചറസ് ആണ്, അപ്പോൾ കീപ്പ് ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പോൾ കീപ്പ് നിൽക്കുക, എന്നിട്ട് ഓപ്പൺ ESP ഹോം വെബ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി നമ്മുടെ ചിപ്പ് ഫ്ലാഷ് ചെയ്യാം കേട്ടോ. നമ്മുടെ മെയിൻ പ്രോഗ്രാം ഫ്ലാഷ് ചെയ്യാം. ഇത് 1 ടൈം ആണ് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ വൈഫൈ കൂടി ഫ്ലാഷ് ചെയ്യാം. ഇപ്പോൾ USB സെലക്ട് ചെയ്ത് നമ്മുടെ, എന്നിട്ട് ഇൻസ്റ്റാൾ ആക്കി ചൂസ് ഫയൽ കൊടുത്ത് എന്നിട്ട് ഡൗൺലോഡ് ചെയ്താൽ ബിൻ ഫയൽ സെലക്ട് ചെയ്യുക. ബിൻ ഫയൽ ഇപ്പോൾ കാണാം സ്മാർട്ട് വിൻഡോ, അത് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. നമ്മളിപ്പോൾ ഫേംവെയർ സക്സസ്ഫുള്ളി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വയറിംഗ് ആണ്. മൊത്തത്തിൽ ഹാർഡ് വയർ ചെയ്യാൻ പോണാണ്. ഇപ്പോൾ ഞാനിപ്പോൾ റോ ചിപ്പ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് വേണ്ട. D1 mini അല്ലെങ്കിൽ ESP നോഡ് MC അതൊക്കെ ഉപയോഗിക്കാം. ESP 32 വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ പ്രോജക്റ്റിന്. ഇപ്പം ഞാൻ ഇങ്ങനെ ഉപയോഗിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഇല്ല, $4 ചീപ്പറാണ്. ഇതിപ്പോൾ ഈ ചിപ്പിന് മാത്രം 135 രൂപ, പിന്നെ 5 റെസിസ്റ്റർ 10K, പിന്നെ ഒരു AMS റെഗുലേറ്റർ. ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഹൗസിംഗ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ നമ്മുടെ L298 മോട്ടോർ ഡ്രൈവറും ഇരിക്കാനുള്ളതാണ് അതിനകത്ത്. സർക്യൂട്ട് ഡയഗ്രം ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ കാണാം. ഇപ്പം വയറിങ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജനലിൻ്റെ അവിടെ ഇനി മൗണ്ട് ചെയ്യാൻ പോവാ സാധനം. നമ്മുടെ സർക്യൂട്ടുള്ള ബോക്സ് ഇപ്പോൾ ഞാൻ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നത്. ESP82 പ്രോഗ്രാം ഇനി വയർലെസ് ആയിട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ഇപ്പോൾ ഫ്ലാഷ് ചെയ്താണല്ലോ. ഇപ്പോൾ ഡോർ സെൻസറും കൂടി ഫിറ്റ് ചെയ്യണതാണ്. ഇപ്പോൾ മേളിൽ കാണാൻ പറ്റും വൈറ്റ് സാധനമാണ് ഡോർ സെൻസർ, അതിപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ ഇൻഡെപ്തായിട്ട് പോണില്ല, ജസ്റ്റ് ഞാനൊരു സ്ക്രീൻഷോട്ട്സ് കാണിക്കാം എന്തൊക്കെ ചെയ്തേക്കണത്. ബേസിക് പ്രോഗ്രാമിംഗ് ആണ് ഇതിനകത്ത്. ഇപ്പോൾ ജസ്റ്റ് ഇഫും എൽസും ദെന്നൊക്കെ ഉപയോഗിച്ചേക്കണാണ്. വലിയ ഇതൊന്നുമില്ല. ഇപ്പോൾ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വലിയ പ്രോഗ്രാം എന്താണ് ചെയ്തേക്കാൻ നോക്കുകയാണെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെറിയൊരു കണ്ടുപിടുത്തമുണ്ട്. ഈ ഡ്രൈവറിന് വെറുതെ ഇരിക്കണ ഡ്രൈവർ ചൂടാവുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു ചൂട് എന്ന് വെച്ചാൽ പൊള്ളണ ചൂടല്ല, ജസ്റ്റ് ഒരു വാമത്തുണ്ട് ഹീറ്റ് സിങ്കുമ്പോൾ.